you all to the career orientation program organized by St. Thomas College of Law, Kanjarapalli, styled as Studying Law for Career Beyond Frontiers. I request all of you to kindly rise from the seat for silent prayer. Thank you. Venerable Father Varghese Paranthirikal is the manager of St. Thomas College of Law. He has been the manager of Amalajodi Engineering College for a significant period of the time, raising that institution to the present level. I respectfully invite Father Varghese Paranthirikal for formally welcome the gathering. So, good morning to all. Studying Law for a Career Beyond Frontiers പ്രോഗ്രാമിൻ്റെ ആരംഭമാണ്. ലോയ്ക്കുള്ള നിയമപഠനത്തിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള അറിവുകളാണ് ഇന്നിവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. ദേശീയ അന്തർദേശീയ തലങ്ങളിലെല്ലാം ഇന്നേറെ സാധ്യത സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റാണ് നിയമവിഷയങ്ങൾ എന്ന് പറയുന്നത്. കോടതികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അനുദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിയമപഠനം ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കിഴക്കൻ കേരളത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു പുതിയ ലോ കോളേജിനുള്ള ചിന്തയുണ്ടാവുകയും പുതിയ ഒരു വാതായനം വെട്ടിത്തുറക്കുവാനായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്നത്. ഇന്ന് ഏറെ വിജ്ഞാനപ്രദവും അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകപ്പെടുന്നതുമായ ക്ലാസ്സുകൾ കോമ്പറ്റൻ്റായ പേഴ്സൺസ് നിങ്ങൾക്ക് പകർന്നു നൽകുന്നതായിരിക്കും. വാക്കുകളെ വളരെ ചുരുക്കി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് വേണ്ടി ഫസ്റ്റ് സെഷന് നമ്മൾക്ക് എടുക്കുന്നത് ഡോക്ടർ KC സണ്ണി സാറാണ്. സാറ് നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം, ഫോർമർ വൈസ് ചാൻസലർ ഓഫ് ന്യൂആൾസ് ആണ്. സാറ് ഒരു അതോറിറ്റിയാണ്, നിയമവിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ കേരളത്തിലെ ഒരു അറിയപ്പെടുന്നൊരു അതോറിറ്റിയാണ്. അതുകൊണ്ട് സാറിനെ ഇന്നത്തെ ഈ സെഷനിലേക്ക് നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമത്തെ സെഷൻ നമുക്ക് വേണ്ടി എടുക്കുന്നത് ലോ കോളേജിൻ്റെ സെൻറ്റ് തോമസ് കോളേജ് ഓഫ് ലോയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഗരിശങ്കർ സാറാണ്. സാറും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്റ്റുഡൻസിൻ്റെ ഇടയിലും പൊതുവിലും അറിയപ്പെടുന്ന നിയമ പണ്ഡിതനാണ്, യാതൊരു സംശയവുമില്ല. സാറ് രണ്ടാമത്തെ സെഷന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. സാറിനെയും എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ട്രസ്റ്റിൻ്റെ മെമ്പറായ പ്രൊഫസർ കുരുവിള സാറുണ്ട്. സാറിനെയും നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രസൻ്റ് ആയിരിക്കുന്നവർക്കും ഓൺലൈനിൽ കൂടി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. Thank you, Father, for the warm welcome. Dr. KC Sanney is the former Vice Chancellor, NUALS Kochi, and former Professor of Law, Central University of Kerala. He is presently member Kerala State Higher Education Council. He is also the member of our Advisory Council of the St. Thomas College of Law and Marine College, Kuttikanam. He has a teaching experience of 38 years as teacher, out of which he served as Vice Chancellor for 4 years, 16 years as Professor, 12 years as Dean in various universities. He is a research guide. 70 countries have secured PhD under him. He was a program chair of the annual International Conference on Law and Public Policy by Global Science and Technology Forum Singapore for 7 years. He was the international observer of Nepal Constituent Assembly election 2008 and Bangladesh National Parliament election 2009. He had training in human rights from Institute of Humanitarian Law, Geneva. He has been invited for presentations 16 times in foreign universities, including USA, Singapore, Malaysia, and Thailand. He has membership in several university bodies, including member, academic council, faculty, board of studies of 12 universities, besides membership in 9 government committees. He has authored several books
and has several publications in research journals of international and national repute. I respectfully invite Dr. K.C. Sunny sir for presenting the topic Studying Law, Career Beyond Frontiers. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് പരുന്തിരിക്കൽ അച്ഛൻ, സെൻറ്റ് ഡൊമിനിക്സ് കോളേജ് ഓഫ് ലോയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ S.S. ഗിരിശങ്കർ, വേദിയിലിരിക്കുന്ന കത്തീഡ്രൽ പള്ളിയുടെ ട്രസ്റ്റിയായ കുരുവിള സാർ, വേദിയിലിരിക്കുന്ന കുര്യൻ സാർ ഉൾപ്പെടെയുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ അധ്യാപകരെ, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, അപ്പോൾ ഒരു കരിയർ എന്നുള്ള നിലയിലുള്ള ലോയുടെ അനന്ത സാധ്യതകളെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പരിപാടി ഒരു കരിയർ സാധ്യത എന്തുകൊണ്ടാണ് ലോയിലുള്ളത്? ഒന്നാമത്തെ സംഗതി, ലോ ഒരു പ്രൊഫഷനാണ്. അത് ഏറ്റവും പഴയ 1-2 പ്രൊഫഷനിലൊന്നാണ് ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഈ പ്രൊഫഷൻ എന്നൊരു ചോദ്യം വരും. പ്രൊഫഷനെ സംബന്ധിച്ചും ഇപ്പോൾ എല്ലായിടത്തും പ്രൊഫഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കുപ്പേഷൻസ് തന്നെ റിലൻറ്റസ് മാർച്ച് ടു അച്ചീവ് പ്രൊഫഷൻ, ദ സ്റ്റാറ്റസ് ഓഫ് പ്രൊഫഷൻ എന്നാണ് പണ്ട് സോഷ്യോളജിസ്റ്റായ വിൽക്കിൻസ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, റോഡ് പണിക്കാർ പോലും ജാക്കറ്റും ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. അതൊരു പ്രൊഫഷണലൈസേഷൻ്റെ ഭാഗമാണ്. പക്ഷേ പ്രൊഫഷൻ എന്ന് പറയുമ്പം ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് ഫുൾ ടൈം വർക്കായിരിക്കണം. ഇപ്പം പ്രധാന പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്ന ഡോക്ടറും വക്കീലുമാണ്. ഒരാൾക്ക് ഒരേ സമയം ഡോക്ടറും വക്കീലുമായിട്ടിരിക്കാൻ പറ്റിയത്. ഒരാൾക്ക് വേണമെങ്കിൽ LLB ഉള്ളവരും MBBS ഉള്ളവരും ധാരാളമുണ്ട്. പക്ഷേ ഒരേ സമയത്ത് എനിക്ക് വക്കീലായിട്ടും പ്രാക്ടീസ് ചെയ്യണം, ഡോക്ടറായിട്ടും പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് ഫുൾ ടൈം വർക്കാണ്. രണ്ടാമത്തെ കാര്യം, ഒരു പ്രൊഫഷനാണ്. അവരെ കൺട്രോൾ ചെയ്യുന്ന പ്രൊഫഷണൽ ബോഡിയാണ്, അല്ലാതെ സർക്കാരൊന്നുമല്ല. ഇപ്പം വക്കീലന്മാരെ കൺട്രോൾ ചെയ്യുന്ന ബാർ കൗൺസിലാണ്. മെഡിക്കൽ പ്രൊഫഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഡോക്ടർമാരുടെ സംഘടനയാണ്, ഡോക്ടർമാരുടെ അസോസിയേഷനാണ്, മെഡിക്കൽ കൗൺസിലാണ്. അതിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഉണ്ടെന്നേ ഉള്ളൂ. പ്രധാനമായിട്ടും ഡോക്ടർമാർക്കാണ് അതിൻ്റെ അകത്ത് മേജർ റോള്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ആ പ്രൊഫഷനിൽ എല്ലാ കാര്യവും ചെയ്യുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് CIക്ക് അവിടെ അസോസിയേഷനാണ് ചെയ്യുന്നത്. കമ്പനി സെക്രട്ടറീസ് അങ്ങനെയാണ്. നമ്മുടെ കുര്യൻ സാർ കമ്പനി സെക്രട്ടറിമാരെ പരിശീലിപ്പിക്കുന്ന ഒരാളാണ്. ഒരുപാട് കമ്പനി സെക്രട്ടറിമാരെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പനി സെക്രട്ടറിമാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ കമ്പനി സെക്രട്ടറി അങ്ങനെയാണ്. അപ്പം രണ്ടാമത്തെ കാര്യം, ഒരു പ്രൊഫഷണൽ ബോഡിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആരുടെയും ഒരു സെർവൻ്റായിട്ടോ ഒന്നും അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല പ്രൊഫഷണലിന്. അവർ ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റാണ്. അപ്പം ഞാൻ പ്രൊഫഷണലായിട്ട് കൺട്രോൾ ചെയ്തു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ടീച്ചറൊക്കെ ആയി, വൈസ് ചാൻസലറൊക്കെ ആയി എന്ന് പറഞ്ഞാൽ പോലും ഞാനൊരു എംപ്ലോയിയാണ്. എൻ്റെ മേൽ കൺട്രോളുണ്ട്. അത്ര ഒരു കൺട്രോളൊന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വക്കീലിൻ്റെ മേലില്ല. അടുത്തത് ഒരു സ്റ്റാറ്റസും പ്രസ്റ്റീജും ഉണ്ട്. നമ്മളെന്തെല്ലാം പറഞ്ഞാലും സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് പറയാമെന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു സ്റ്റാറ്റസ് പ്രസ്റ്റീജും. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവസാനത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലക്രേറ്റീവാണ്. ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്ന കാര്യമാണ്. പ്രൊഫഷണൽമാർ, ഡോക്ടർമാരാണേലും എൻജിനീയർമാരാണേലും വക്കീലന്മാരുടെ കാശുണ്ടാക്കുന്നതിനെ പറ്റി ഞാൻ അടുത്ത ലീഗൽ പ്രൊഫഷനെ പറ്റി പറയാം. അപ്പോൾ ഇതൊരു പ്രൊഫഷനാണ് എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. എല്ലാ അർത്ഥത്തിലും ഒരു പ്രൊഫഷനാണ് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ലീഗൽ പ്രൊഫഷനിലേക്ക് വന്ന എന്താണ് ലീഗൽ പ്രൊഫഷൻ്റെ പ്രത്യേകത? ലീഗൽ പ്രൊഫഷൻ്റെ പ്രത്യേകത പല രീതിയിൽ പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ് സംവിധാനത്തിൽ നിയമബിരുദധാരികൾക്കുള്ള പങ്കാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എന്തെല്ലാം തത്വം പറഞ്ഞാലും, ഇപ്പം സാഹിത്യകാരന്മാരുണ്ട്, ബുദ്ധിജീവികളുണ്ട്, അധ്യാപകരുണ്ട്, മതമേധാവികളുണ്ട്,
ഇങ്ങനെ സമുദായ നേതാക്കന്മാരുണ്ട്, പട്ടാളക്കാരുണ്ട്, ഇങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിലും ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പവറിന് വിധേയമാണ്. ഗവൺമെൻറ്റിൻ്റെ പവറിന് വിധേയമായിട്ട് മാത്രമേ നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെ എവിടെയെങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ. ഈ രാജ്യത്തിൽ വേറെ എവിടെയെങ്കിലും പോയേക്കാന്ന് വെച്ചാൽ അവിടെ ചെന്നാലും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളുണ്ട്. അന്റാർട്ടിക്ക ഉൾപ്പെടെ ഏത് സ്ഥലത്ത് ചെന്നാലും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് എടുത്താൽ 3 ഓർഗൻസാണുള്ളത്. ഒന്ന് എക്സിക്യൂട്ടീവ്, നമ്മുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തൊട്ടുള്ള മന്ത്രിമാർ, ഇവരെല്ലാം വരുന്ന എക്സിക്യൂട്ടീവ്. 2 ലെജിസ്ലേച്ചർ, MLA മാർ, MP മാർ, ഇവരൊക്കെ വരുന്ന ലെജിസ്ലേച്ചർ. 3 ജുഡീഷ്യറി. ഈ 3 ഘടകത്തിൽ ജുഡീഷ്യറി എടുത്താൽ അവിടെ നിയമബിരുദധാരികൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു മനുഷ്യനെ പോലും അതിൻ്റെ 7 അയലോക്കത്തോട്ട് പോലും അടുപ്പിക്കാൻ ജുഡീഷ്യറി എടുത്തു കഴിഞ്ഞാൽ. അപ്പം ഒരു വിഭാഗത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നിയമബിരുദധാരികളാണ്. രണ്ടാമത് ലെജിസ്ലേച്ചർ എടുത്താൽ ഇപ്പം പാർലമെൻറ്റും നിയമസഭയും ഹൂ ഈസ് ഹൂ എന്നും പറഞ്ഞൊരു ബുക്ക് ഇറക്കും. ഓരോ MLA എന്താണ്, അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, എന്ത് കാര്യമുണ്ട്. അതിലവസാനം ഒരു ടാബ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ഇതിൽ വക്കീലന്മാർ ഇത്ര, ഡോക്ടർമാർ ഇത്ര, ഇങ്ങനെ പറയും. അതെടുത്ത് നോക്കിയാൽ എല്ലാ കാലത്തും കൂടുതലായിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് വക്കീലന്മാരാണ്, നിയമബിരുദധാരികളാണ്. പിന്നെ പണ്ട് ബ്രിട്ടീഷ് ഭരണകാലമായിരുന്നു, അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യ സമരം നടന്ന് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ നയിച്ചത് മുഴുവനും വക്കീലന്മാരാണ്. മഹാത്മാഗാന്ധി വക്കീലായിരുന്നു, നെഹ്റു വക്കീലായിരുന്നു, കാഞ്ഞിരപ്പള്ളി എടുത്തു കഴിഞ്ഞാലും KT തോമസ്, കഴിപ്പാപ്പറമ്പിൽ, ഇങ്ങനെയുള്ളവരെല്ലാം വക്കീലന്മാരായിരുന്നു അന്നുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പങ്കെടുത്തിട്ടുണ്ട്, എത്ര ഡോക്ടർമാർ പങ്കെടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവേ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പം ആ ഒരു കാര്യം, പൊളിറ്റിക്കൽ പവർ, അത് കൺട്രോൾ ചെയ്യുന്നതിൽ വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ലെജിസ്ലേച്ചറിലും കൺസർവേറ്റീവ് പെർസെൻറ്റേജ് നിയമ ബിരുദധാരികളാണ്. അവസാനമായിട്ട് എക്സിക്യൂട്ടീവ് എടുത്താലും അവിടെയും ഒട്ടും മോശമില്ല. LLB പാസ്സായവരുടെയും LLB പാസ്സായി കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടുള്ളതും. അപ്പം ഗവൺമെൻറ്റിലുള്ള, അല്ലെ ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യം എടുത്താൽ നിയമബിരുദധാരികൾക്കുള്ള പങ്ക് എന്ന് പറയുന്നത് വളരെയേറെ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇൻ്റർനാഷണലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റി, അത് ഇവിടെയുള്ളവരധികം അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇൻ്റർനാഷണലായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എടുത്താൽ UN-ൽ ധാരാളം ഉദ്യോഗമുണ്ട്. അതിൽ അത്ര UN-ലെ ഉദ്യോഗം, UN-ൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്കറിയാം, ഇങ്ങനെ P1, P2, P3, P4 ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്. അതിൽ കൂടിയ ഉദ്യോഗങ്ങളൊക്കെ കിട്ടുന്നത് ലോ ഗ്രാജുവേറ്റ്സിനാണ്. ഏറ്റവും കൂടുതൽ ഉദ്യോഗം കിട്ടുന്നത് ലോ ഗ്രാജുവേറ്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ പോലീസ്, ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് ഉദ്യോഗം കിട്ടുന്നുണ്ട്. ഇതും ആയിക്കോട്ടെ. ഇപ്പോൾ ലോ പഠിച്ച അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള ഏജൻസികളിൽ നല്ല ഉദ്യോഗം കിട്ടും. ഈ ഐക്യരാഷ്ട്ര സംഘടനയിലെ ഉദ്യോഗത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ ഇവിടെ ഇരിക്കുന്ന പേരൻസ് അറിയാം, നമ്മുടെ കയ്യിലൊരു 10 രൂപ വന്നാൽ വലിയ പ്രശ്നമാണ്. ഇൻകം ടാക്സുകാർ വരും, അപ്പുറത്തുനിന്ന് നീടി വരും, മറ്റൊരു കച്ചവടമാണ് സെയിൽ ടാക്സുകാർ വരും. ഈ ഐക്യരാഷ്ട്ര സംഘടന എന്ന കാശ് കിട്ടി ആർക്കും ഒരു പൈസ പോലും ടാക്സ് കൊടുക്കണ്ട. മുഴുവൻ കാശ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയിലെ ഉദ്യോഗം നേടിയതുകൊണ്ടാണല്ലോ ശശി തരൂരൊക്കെ ഇത്ര റിച്ചായിട്ടിരിക്കുന്നത്. കാരണം ശമ്പളം തന്നെ വലിയ എമൗണ്ടാണ്, അതിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഉദ്യോഗം ആണ് ഐക്യരാഷ്ട്ര സംഘടന കിട്ടുക എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടന ഉദ്യോഗം കിട്ടുന്നതിന് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ ലോ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് യാതൊരു സംശയവും കൂടാതെ പറയാം. പിന്നെ വേൾഡ് ബാങ്ക് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് അന്താരാഷ്ട്ര ഏജൻസികളുണ്ട്, അവിടെയെല്ലാം ഉദ്യോഗം കിട്ടും. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ഒരുപാട് എക്സിക്യൂട്ടീവ് ജോബ് കിട്ടും. പിന്നെ അടുത്തത് ലോയുടെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം നമുക്കറിയാവുന്ന കാര്യം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നതിൽ ഏറ്റവും ആദ്യത്തെ കാറ്റഗറി അല്ലേ നമ്മുടെ മനസ്സിൽ ഓക്കെ ഫുൾ ടൈം വർക്ക്,
കൺട്രോൾ ബൈ പ്രൊഫഷണൽ ബോഡി, പ്രൊഫഷൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ലീഗൽ പ്രൊഫഷൻ. അടുത്തത് ആദ്യത്തെ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോ ഗ്രാജുവേറ്റ്സ് എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ലിറ്റിഗേഷൻ ലോയറാകുക എന്ന് പറഞ്ഞാൽ കക്ഷികളുടെ കയ്യിൽ നിന്നും ഫീസ് മേടിച്ച് ഫീസ് മേടിച്ച് കേസ് നടത്തുക എന്നുള്ളത്. ഫീസ് മേടിച്ച് കേസ് നടത്തുക എന്ന് പറഞ്ഞാൽ അതങ്ങ് ലോക കോടതി വരെ നടത്താം. അത് പോട്ടെ, നമ്മുടെ സുപ്രീം കോടതിയിലോട്ട് വന്നാൽ ഒരു നല്ല സീനിയർ വക്കീലിന് 1 മണിക്കൂർ കേസ് വാദിക്കാൻ എന്ത് കൊടുക്കണമെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ നിങ്ങൾക്ക്? സുപ്രീം കോടതിയിൽ പോയി, ആർക്കെങ്കിലും ധാരണയുണ്ടോ? സുപ്രീം കോടതിയിൽ പോയി ഒരു നല്ല വക്കീലിന് 1 മണിക്കൂർ എൻഗേജ് ചെയ്യണം, എത്ര രൂപ കൊടുക്കണം? എന്താ? ഏതായാലും ഒരു 50 ലക്ഷം രൂപ തൊട്ട് തുടങ്ങാം. 50 ലക്ഷം രൂപ തൊട്ട് തുടങ്ങാം. അതുകൊണ്ടാണ് പറയുന്നത് സുപ്രീം കോടതി വക്കീലായ വാ തുറക്കാൻ 50 ലക്ഷം രൂപ കൊടുക്കണം, തുറന്ന വാ അടയ്ക്കാൻ വേറൊരു 50 ലക്ഷം രൂപയും കൂടെ കൊടുക്കണമെന്ന്. അപ്പോൾ അതാണ് ഒരു സുപ്രീം കോടതിയിൽ വക്കീലാകുന്നത്. ഹൈക്കോടതി മോശമൊന്നുമില്ല. നമ്മുടെ ഗിരിശങ്കർ സാറിൻ്റെ ഭാര്യ എൻ്റെ സ്റ്റുഡൻ്റാണ് കേട്ടോ, പ്രീത ഒക്കെ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അവർ മേടിക്കുന്നതിനും വലിയ മോശമൊന്നുമില്ല. പിന്നെ കാഞ്ഞിരപ്പള്ളി തൊട്ട് മേടിക്കുന്നിടത്ത് വരയ്ക്കന്മാരെ ഫീസ് മേടിക്കുന്നത് വലിയ മോശം വരാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ എന്താണ്, പ്രാക്ടീസ് ചെയ്താൽ നല്ല പൈസ കിട്ടും. പിന്നെ നല്ല സാമൂഹിക ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും വേറെ ഒരുപാട് പ്രയോജനമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ സുപ്രീം കോടതി തൊട്ട് അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മുടെ ഏറ്റവും താഴെ കാഞ്ഞിരപ്പള്ളി തൊട്ട് സുപ്രീം കോടതി തൊട്ട് ലോക കോടതി വരെ, ഇനിയിപ്പോട്ടെ സുപ്രീം കോടതി നമ്മൾ നിർത്താം, സുപ്രീം കോടതി വരെ നമുക്ക് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നല്ല പൈസ പ്രാക്ടീസ് ചെയ്തുണ്ടാക്കാം. പിന്നെ ജഡ്ജി ആകുകയും ചെയ്യും. അതിലേക്ക് ഞാൻ രണ്ടാമത് വരാം. പിന്നെ ലോ ഫേംസായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ലോ ഫേംസ് ആണെങ്കിൽ ലോ ഫേംസ് ഇപ്പം മേനോൻ ആൻഡ് പൈ, അവിടെയൊക്കെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആൻ്റണി ഡൊമിനിക് സാർ കാഞ്ഞിരപ്പള്ളിക്കാണ്. ആൻ്റണി ഡൊമിനിക് സാറൊക്കെ മേനോൻ ആൻഡ് പൈയിലെ അഡ്വക്കേറ്റായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആദ്യകാലത്ത് ശമ്പളം തന്നെ തരും. പിന്നെയാണ് അതിൻ്റെ പാർട്ട്ണറാക്കി അതിൽ നിന്നുള്ള ലാഭവും മറ്റു കാര്യങ്ങളും എല്ലാം തരുന്നത്. അങ്ങനെ ഒരു ഫേമിൻ്റെ ഭാഗമായിട്ട് വേണം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ സർക്കാർ വക്കീലാകാം, ഗവൺമെൻറ് പ്ലീഡർ. അതിൽ സർക്കാർ വക്കീലുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ജോബാണ്. അല്ല ഗവൺമെൻറ് പ്ലീഡർ ആണെങ്കിൽ 5 കൊല്ലത്തേക്കും പിന്നെ ഒരു 5 കൊല്ലത്തേക്കും ഒക്കെ അങ്ങനെ നിയമിക്കുകയാണ്. അങ്ങനെ ഗവൺമെൻറ് പ്ലീഡറാകാം, പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറാകാം. പിന്നെ ഉണ്ട് നോട്ടറി പബ്ലിക്. അപ്പോൾ ചെറിയ ആളുകൾ പറയും ചുമ്മാ എന്താണ്, എൻ്റെ ചേട്ടൻ നോട്ടറി ആയിരുന്നു കേട്ടോ, പറയാം ചുമ്മാ ഒപ്പിട്ട് കൊടുത്താൽ മതി, വേറെ ചുമ്മാ ഇരുന്ന് ഒപ്പിട്ടാൽ മതിയല്ലോ, കാശിങ്ങ വരുമല്ലോ എന്ന് പറയും. ഒപ്പിട്ട് കൊടുത്താൽ ഉള്ളൂ. ഒപ്പിടുന്നിടത്ത് വല്ല കുഴപ്പം വന്നാൽ ജയിലിലും പോകും കേട്ടോ, അത് വേറെ ആവശ്യം. ഇന്നയാളാണ് നമ്മുടെ മുന്നേ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് സർട്ടിഫൈ ചെയ്യുന്നത്, ഇന്നയാൾ തന്നെയാണ് എൻ്റെ മുന്നേ നിൽക്കുന്നത്, അതുകൊണ്ട് വേറെ വല്ലവരുടെ മേൽ ഒപ്പിട്ട് കൊടുത്താൽ കുഴപ്പം വരും, അതെന്തും ആയിക്കോട്ടെ. ഏതായാലും നോട്ടറി പബ്ലിക് ആകാം. ലീഗൽ അഡ്വൈസേഴ്സ് ആകാം. ബാങ്കിൻ്റെ ഇപ്പം നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒക്കെ നമ്മുടെ ആനുവൽ റിപ്പോർട്ടിനും മറ്റേതിലൊക്കെ വരുമ്പം ലീഗൽ അഡ്വൈസറുടെ ഒക്കെ പേര് വരുമല്ലോ. അപ്പം ലീഗൽ അഡ്വൈസറായിട്ടിരിക്കാം. അപ്പം അങ്ങനെ നിയമം പ്രാക്ടീസ് ചെയ്യുന്നതിന് അനന്തമായ സാധ്യതകളുണ്ട്. അപ്പം വക്കീലെന്നുള്ള നിലയിൽ നല്ല പൈസ കിട്ടും, സ്റ്റാറ്റസും പ്രസ്റ്റീജും ഉണ്ട്. ആ രീതിയിൽ നമുക്ക് പോകാം. ഇനി ശരി, നമുക്ക് ഈ കേസും വക്കാലത്തും ഒന്നും വേണ്ട എന്ന് വെച്ചാലും വേറെ സാധ്യതയുണ്ട്, അതിലേക്ക് ഞാൻ വരാം. കാരണം ഞാൻ LLBക്ക് പോയപ്പം എൻ്റെ അമ്മയുടെ 3 സിസ്റ്റേഴ്സ്, 2 ചേട്ടത്തിമാരും ഒരു അനിയത്തിയും കന്യാസ്ത്രീകളാണ്. അപ്പോൾ അവർ ചോദിച്ചത് ഈ കള്ളം പറയാനായിട്ടുള്ള പരിപാടിക്ക് എന്തിനാണ് പോകുന്നത്, അത് നമുക്ക് പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ കള്ളം പറയേണ്ട കാര്യമൊക്കെ വക്കീലിൻ്റെ പ്രാക്ടീസിലെ ചില മേഖലകളിൽ വരുന്ന ചെറിയ കാര്യമേ ഉള്ളൂ. അതുപോലെ കള്ളം പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അത് വേറെ വശം. എന്തും ആയിക്കോട്ടെ. അപ്പോൾ അല്ലാത്ത ഒരുപാട് സാധ്യതയുണ്ട്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അടുത്തതുണ്ട് ടീച്ചിങ് ആൻഡ് റിസർച്ച്. ഞാൻ ആ മേഖല ഓപ്റ്റ് ചെയ്തയാളാണ്, ടീച്ചിങ് ആൻഡ് റിസർച്ച്. അവിടെയുണ്ട് അങ്ങ് അസിസ്റ്റൻ്റ് പ്രൊഫസർ തൊട്ട്, അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ UGC സ്കെയിൽ ഉദ്യോഗം തൊട്ട് വൈസ് ചാൻസലർ വരെ ആകാം. പിന്നെ പാർട്ട് ടൈം ടീച്ചറാകാം. ഇപ്പം ഇവിടെ കാഞ്ഞിരപ്പള്ളിയില്ലെന്ന് തോന്നുന്നു, കുര്യൻ സാറൊക്കെ ഫുൾ ടൈം ടീച്ചർ തന്നെ പഠിപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ BCom ഒക്കെ പഠിപ്പിക്കാൻ വേണം പാർട്ട് ടൈം ടീച്ചേഴ്സിനെ പണ്ട് നിയമിക്കാം, BBA പഠിപ്പിക്കാനൊക്കെ. അതിൻ്റെ കൂടെ പ്രാക്ടീസും ചെയ്യാം, വക്കീലായിട്ട് പ്രാക്ടീസും ചെയ്യാം. അങ്ങനെ പാർട്ട് ടൈം ടീച്ചറാകാം. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിസർച്ച് ചെയ്യാം. റിസർച്ച് പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല, ഗവേഷണം എന്ന് പറയുന്നത്
അതിൽ അത്യാവശ്യം പൈസയും കിട്ടും. പിന്നെ നമ്മൾ വിജ്ഞാനം ഉണ്ടാക്കുകയാണ്. വിജ്ഞാന ഉൽപ്പാദനമാണ് അവിടെ നടത്തുന്നത്. അപ്പം അങ്ങനെ കാര്യങ്ങളൊന്നും എന്ന് മാത്രമല്ല, റിസർച്ചേഴ്സ് ഉണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പം റിസർച്ചേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ കോവിഡ് കഴിഞ്ഞപ്പം ഇവിടെ ഇരിക്കുന്നതിൽ ഏതാണ്ടൊരു പകുതി പേരും ഈ ലോകത്ത് തന്നെ കാണാൻ ഒരു സാധ്യത ഇല്ലായിരുന്നു. റിസർച്ചേഴ്സ് റിസർച്ച് ചെയ്ത് വാക്സിൻ കണ്ടുപിടിച്ചുകൊണ്ടാണ്. ഇനി വാക്സിനെ എന്ത് കുറ്റം പറഞ്ഞാലും, കാരണം ഇതിനു മുമ്പ് സ്പാനിഷ് ഫ്ലൂ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം റിസർച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാ മേഖലകളിലും റിസർച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോ പഠിച്ചാൽ റിസർച്ച് ചെയ്യുക, അങ്ങനത്തെ ഇൻഡിപെൻഡൻറ്റ് റിസർച്ചറാകാം, ടീച്ചിങ് ഒന്നും വേണമെന്നില്ല. ഇങ്ങനത്തെ സാധ്യതകളുണ്ട്. കോർപ്പറേറ്റ് ലോയർ, ഇപ്പോൾ ഏത് കാര്യത്തിൻ്റെ കൂടെയും ഒരു കോർപ്പറേറ്റ് ചേർത്താൽ എന്തോ വലിയ കാര്യമാണ് എന്നൊരു തോന്നലുണ്ട്. അപ്പം കോർപ്പറേറ്റ് യുഗമാണല്ലോ മൾട്ടിനാഷണൽ കമ്പനികളുമൊക്കെ. അപ്പം നമുക്ക് ബിസിനസ് ഫേംസിൽ അല്ല, ഇപ്പം കോർപ്പറേറ്റ് വേൾഡ് എടുത്താൽ മൾട്ടിനാഷണൽ കമ്പനി തൊട്ട് നമ്മുടെ ഒരു ശരാശരി അല്ല ഇവിടുത്തെ ഒരു നല്ല കമ്പനി, മലയാള മനോരമയോ ഒക്കെ പോലെയുള്ള ഒരു കമ്പനി എടുത്താൽ പോലും പ്രധാനമായിട്ടും അതിൽ 3 വിഭാഗമുണ്ട്. ഒന്ന് മാനേജ്മെൻറ്റ് വിഭാഗമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2 ഫൈനാൻസ് വിഭാഗമുണ്ട്. ഇപ്പോൾ മാനേജ്മെൻറ്റ് എത്ര നന്നായാലും ഫൈനാൻസ് മോശമായി കഴിഞ്ഞാൽ എന്ത് പറ്റും? കമ്പനി പൂട്ടിപ്പോവും. അതുപോലെ തന്നെ ഒന്നാണ് ലോയും. അപ്പം കോർപ്പറേറ്റ് വേൾഡ് എടുത്ത് അതിലുള്ള 3 ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫൈനാൻസ്, മാനേജ്മെൻറ്റ്, ലോ. അപ്പോൾ ആ രീതിയിൽ കമ്പനി തന്നെ ഉദ്യോഗം കിട്ടും. അതുപോലെ ഈ കമ്പനിയുടെ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ലോ ഫേംസ് ഉണ്ട്. അത് നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അവിടെയാണ് ഈ ലീഗൽ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് തന്നെ ഇത് ചെയ്യുക. ഇപ്പോൾ ഈ നാഷണൽ ലോ സ്കൂളുകളിൽ നിന്നൊക്കെ പോകുന്നവർ പ്രധാനമായിട്ടും കോർപ്പറേറ്റ് വേൾഡിലോട്ടാണ് പോകുന്നത്. പിന്നെ മൾട്ടിനാഷണൽ കമ്പനി എടുത്തു കഴിഞ്ഞാലും അവിടെ ധാരാളം ഉദ്യോഗമുണ്ട്. ധാരാളം എൻ്റെ സ്റ്റുഡൻസ് തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഗിരിശങ്കറിൻ്റെ സ്റ്റുഡൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു. തോമസ് തോപ്പിൽ എസ് പി വലിയ കമ്മിറ്റിയാണ്. അതിൻ്റെ ഏഷ്യ പസഫിക്കിലെ ഹെഡാണ് തോമസ് തോപ്പിൽ, ഇവിടുന്ന് പോയ ആളാണ്. അപ്പോൾ അങ്ങനെ മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉൾപ്പെടെ വലിയ ശമ്പളത്തിൽ വലിയ ഉദ്യോഗം കിട്ടും. പ്രേം നന്ദകുമാർ എവിടെയാണ്? ഒരു യു എസിൽ. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ തന്നെ സ്റ്റുഡൻസ് ധാരാളമായിട്ട് മൾട്ടിനാഷണൽ കമ്പനികളിൽ പോയിട്ടുണ്ട്. അത് വലിയ ശമ്പളമാണ്. അങ്ങനെ മൾട്ടിനാഷണൽ കമ്പനിയിൽ പോകാം. പിന്നെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഞാൻ ആദ്യം UNO പറഞ്ഞു. UNO മാത്രമല്ല, വേറെ ഒരുപാട് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ജോലി കിട്ടും. അതിൽ തന്നെ ധാരാളം NGO ഉണ്ട്. ഞാൻ നേപ്പാൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെയും ബംഗ്ലാദേശ് പാർലമെൻറ്റ് ഇലക്ഷൻ്റെയും ഒക്കെ ഒബ്സർവറായിരുന്നു. അതിലൊക്കെ ഈ കാര്യങ്ങൾ നോക്കുന്ന മുഴുവനും UN അംഗീകരിച്ചിട്ടുള്ള NGOs ഉണ്ട്. അല്ലെങ്കിൽ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ധാരാളം ആളുകൾ ലോയിലെ ആളുകളാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ തന്നെ സുഹൃത്ത് സജി ഉണ്ടായിരുന്നു. ഇങ്ങനെ ധാരാളം ഉദ്യോഗങ്ങൾ അവിടെ കിട്ടും. പിന്നെ ലോ ഓഫീസേഴ്സ്, ബാങ്ക്സിൽ ലോ ഓഫീസറായിട്ട് പോകാം, ഇൻഷുറൻസ് കമ്പനിയിൽ ലോ ഓഫീസറായിട്ട് പോകാം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എൻ്റെ തന്നെ സ്റ്റുഡൻ്റായ കോൾ ഇന്ത്യയിലെ ലോ ഓഫീസർ ആണ്. കോൾ ഇന്ത്യ ഉണ്ട്, റിസർവ് ബാങ്ക് ധാരാളം ആൾക്കാരുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡ്, ഇങ്ങനെയുള്ള പബ്ലിക് അണ്ടർടേക്കിങ്ങിൽ അതൊക്കെ വലിയ ശമ്പളം കിട്ടുന്ന ഉദ്യോഗമാണ്. KFC, ഇവിടെയെല്ലാം കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ, ഇവിടങ്ങളെല്ലാം KSF, എല്ലാ സ്ഥലത്തും ലോ ഓഫീസർമാരുണ്ട്. അവർ ഫുൾ ടൈം എംപ്ലോയ്മെൻ്റാണ്. ബാങ്കിലെ ലോ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം എംപ്ലോയിയാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, പ്രാക്ടീസ് ചെയ്ത് ഇതുണ്ടെന്ന് പറഞ്ഞാൽ കക്ഷി ആരെങ്കിലും നമ്മുടെ അടുത്ത് വരണം. അത് ചിലപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവം വെച്ച് നല്ല പ്രാക്ടീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പാറ വെച്ച് കക്ഷി വരാത്ത രീതിയിലാവും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റാണ്, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടല്ലോ. അങ്ങനെ ധാരാളം ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റിനും സ്കോപ്പുണ്ട്. ഒന്നും മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ട്. ഇവിടെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ സ്റ്റഡി വിട്ടുപോയി, എങ്ങനെയോ എന്തോ ഒരു മിസ്സിങ് വന്നു. ജുഡീഷ്യൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇനീഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, മുനിസിപ്പൽ മജിസ്ട്രേറ്റ്. ഇപ്പം സീനിയർ സിവിൽ ജഡ്ജ് എന്നോ ഡിവിഷൻ സിവിൽ ജഡ്ജ് എന്നാണ് പറയുന്നത്. മുനിസിപ്പൽ മജിസ്ട്രേറ്റ്, അതാണ് LLB പാസ്സായാൽ അന്നേരം ടെസ്റ്റ് എഴുതാം, മുനിസിപ്പൽ മജിസ്ട്രേറ്റാകാം. ഒരാളൊരു മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ആയാൽ തന്നെ ചുവന്ന ബോർഡുള്ള വണ്ടിയൊക്കെ കൊണ്ടു നടക്കും.
ചുവന്ന ബോർഡുള്ള വണ്ടി കൊണ്ടു നടക്കുന്ന വലിയ കാര്യമാണെന്നുള്ള അഭിപ്രായക്കാരനല്ല കേട്ടോ ഞാനും അതുമായിട്ട് നടന്നിട്ടുള്ള ആളാണെങ്കിൽ പോലും, അത് മാത്രമല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു അധികാരത്തിൻ്റെ ചിഹ്നമാണ്, വലിയ അധികാരമാണ് കിട്ടുന്നത്. പിന്നെ പോലീസുകാർ സല്യൂട്ട് അടിക്കാൻ തുടങ്ങും. ഇപ്പം എൻ്റെ കൂടെ തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന 2 പേര് മുനിസിപ്പൽ ട്രെയിനിങ്ങിനായി എല്ലാ കൊല്ലവും പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെയൊക്കെ നടക്കുന്നവർ പെട്ടെന്ന് പിറ്റേ ദിവസം ഇത് വന്നു കഴിയുമ്പോഴത്തേനും വലിയ വ്യത്യാസമാണ്. കാര്യവട്ടം ക്യാമ്പസിൽ തന്നെ നോക്കും, അതിൽ വെറുതെ ചായയൊക്കെ കുടിച്ച് വെറുതെ നടന്നിരുന്നയാൾ ഒരു ദിവസം മുനിസിപ്പൽ മജിസ്ട്രേറ്റ് എന്നുള്ള ബോർഡും ഒക്കെ വെച്ച് വരുന്നു, പോലീസുകാർ വരുമ്പോൾ ഓടി വരുന്നു, ഇങ്ങനത്തെ സംഗതികളൊക്കെയാണ്. അപ്പം ഒരു വലിയ അധികാരമുള്ള സംഗതിയാണ് മുനിസിപ്പ് കൊണ്ട് നിൽക്കുകയില്ല. സുപ്രീം കോടതി ജഡ്ജി വരെ ആകാം. ഫാത്തിമ ബേബി മുനിസിപ്പായിട്ട് കയറി സുപ്രീം കോടതി ആയതാണ്. ഇനി മുനിസിപ്പ് അത് ഒരു ലെവലിൽ വീണ്ടും കയറാം. സെഷൻ ജഡ്ജായിട്ട് നേരിട്ട് കയറാം. ഹൈക്കോടതി ജഡ്ജിയായിട്ട് നേരിട്ട് കയറാം. നമ്മുടെ ഡൊമിനിക് സാറ് ഹൈക്കോടതി ജഡ്ജിയായിട്ട് നേരിട്ട് കയറിയ ആളാണ്. സുപ്രീം കോടതിയിൽ നിന്നും അഭിഭാഷകരെ നേരിട്ടെടുക്കാം. അപ്പോൾ ഈ ജുഡീഷ്യറിയിലോട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ട് സുപ്രീം കോർട്ടിലോട്ട് എടുക്കും. അതോടൊപ്പം തന്നെ മുനിസിപ്പ് മൂത്ത് വന്നവരും സുപ്രീം കോർട്ടിൽ കാണും. ഒരാളൊക്കെ കാണുകയുള്ളൂ. ഹൈക്കോടതി നേരിട്ട് വക്കീലന്മാരെ എടുക്കും. അവിടെ മുനിസിപ്പ് മൂത്ത് വന്ന ഹൈക്കോടതി ജഡ്ജിമാരും കാണും. അതാണ് മുനിസിപ്പ് മൂത്തൊക്കെ വന്നവരൊരു 20-25% കാണും. പക്ഷേ സെഷൻ ജഡ്ജും നേരിട്ടെടുക്കും. പിന്നെ മുനിസിപ്പ് മൂത്തും സെഷൻ ജഡ്ജാണ് മൂത്തെന്നൊരു വാക്ക് ഉപയോഗിച്ചെന്ന് വെച്ചാൽ അതിനെ ഞാൻ പുച്ഛിക്കുകയാണെന്ന് ധരിച്ചേക്കരുത് കേട്ടോ. ഏറ്റവും അധികം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വളരെ കൊച്ചിലെ ഇത്രയും വലിയ ഇത്രയും അധികാരമുള്ള ഉദ്യോഗം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. അതിനെ ഞാൻ ചെറുതാക്കി കാണുന്നു പറയരുത്. പിന്നെ നിങ്ങളെ ഒന്ന് ബോറടിപ്പിക്കാതെയൊക്കെ ഇരിക്കാൻ ഞാനിങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുനിസിപ്പായിട്ട് കിട്ടുക എന്നുള്ളത്. എല്ലാ പദവികളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ജുഡീഷ്യറി അപ്പോൾ വേറൊരു സബ്ജക്റ്റ് പഠിച്ചാൽ ഇങ്ങനെ ഒരു അവസരമുണ്ടോ? യാതൊരു അവസരവും ഇല്ല. ഇങ്ങനെ ഒരു അവസരവും ഇല്ല. മറ്റ് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും പിന്നെ ഞാൻ വേറെ ഉദ്യോഗമൊക്കെ ആയിട്ട് പറഞ്ഞ് അവരെ വിലയിടിച്ച് കാണിച്ചെന്നൊരു ധ്വനി വരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വേറെ ഒരിടത്തും ഇത് കിട്ടിയല്ല, അത് മാത്രം ഞാൻ ഉറപ്പിച്ച് പറയും. പിന്നെ ഗവൺമെൻറ് സർവീസിലും മിലിറ്ററി സർവീസിലും ഒക്കെ നേരിട്ട് ഉദ്യോഗമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലോ സെക്രട്ടേറിയറ്റ് ഉണ്ട്, അവിടെ നേരിട്ട് ഉദ്യോഗത്തിൽ കയറാം. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട് ലോ സെക്രട്ടേറിയറ്റ് ഉണ്ട്. ലീഗൽ അസിസ്റ്റൻ്റായിട്ട് കയറി ലോ സെക്രട്ടറി വരെ ആകാം. നമ്മുടെ ലീഗൽ അസിസ്റ്റൻ്റായിട്ട് കയറി ലോ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് നമ്മുടെ സിനിമാ നടൻ മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥൻ സാർ. ലീഗൽ അസിസ്റ്റൻ്റായിട്ട് കയറി ലോ സെക്രട്ടറി വരെയും എത്തിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിലുമുണ്ട്. അവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വരെ ആയിട്ടുണ്ട് രമാദേവി. ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നേരിട്ട് ലോ സെക്രട്ടറിയായിട്ട് കയറി പ്രൊമോഷൻ കിട്ടി വന്ന് ലോ സെക്രട്ടറി ആയി കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി. അപ്പം അങ്ങനെ വലിയ ഉദ്യോഗം ഗവൺമെൻറ്റിലുണ്ട്. അത് ഗവൺമെൻറ് എംപ്ലോയിയാണ്. പിന്നെ മിലിറ്ററിയിലുണ്ട് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ. ഈ പട്ടാളക്കാർ വല്ല കുറ്റവും കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോടതിക്കൊന്നും വിചാരണ ചെയ്യാൻ പറ്റിയല്ല. അവിടെ വിചാരണ നടത്തണമെങ്കിൽ മിലിറ്ററിയിലെ ജഡ്ജുണ്ട്. ആ ജഡ്ജും പിന്നെ അവിടെ അഡ്വക്കേറ്റ് ജനറലും ഉണ്ട്. അവിടെ കേസ് വാദിക്കണമെങ്കിൽ അവിടുത്തെ തന്നെ അഡ്വക്കേറ്റുണ്ട്. അവർക്കേ വാദിക്കുള്ളൂ, ചുമ്മാ ഒരുത്തർ പോയി വാദിക്കാൻ പറ്റിയ. അപ്പം ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഞാൻ ന്യൂയാർസിൽ ഇരുന്നപ്പം അന്ന് അവിടെ പഠിച്ചിരുന്ന ഒരു കുട്ടിക്ക് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറലായിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റാങ്ക് കിട്ടി ആ സെലക്ഷനിൽ. അങ്ങനെ വലിയ ഉദ്യോഗമുണ്ട്, വളരെ വലിയ ഉദ്യോഗമാണ് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഗിരിശങ്കറിൻ്റെ ക്ലാസ്മേറ്റ് അല്ലേ, എ ബി ടി വർക്ക് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറലായിട്ട് പോയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഇവിടെ തന്നെ ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ഉണ്ട്. കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ, നേരത്തെ സെയിൽ ടാക്സ് ഓഫീസർ. പണ്ട് ലോക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ, ഇപ്പോൾ MBAക്കാർക്കും MCOMകാർക്കും കൂടെ അപ്ലൈ ചെയ്യാനാക്കി. പണ്ട് ലോക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. മുനിസിപ്പാലിറ്റി സെക്രട്ടറി, പണ്ട് മുനിസിപ്പൽ കമ്മീഷണർ എന്നായിരുന്നു പറയുന്നത്, ഇപ്പോഴാണ് മുനിസിപ്പാലിറ്റി സെക്രട്ടറി ആയത്. അതും പണ്ട് ലോക്കാർക്ക് മാത്രമാണ്, ഇപ്പം വേറെ ആർക്കോ ഒരുത്തർക്കും കൂടെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റും ലോക്കാർക്ക് മാത്രമായിട്ടുണ്ട്. പണ്ടാണ് പേരൻസിനെ നോക്കുക അല്ലെ നോക്കാത്തവൻ, നോക്കിയില്ല വലിയ പ്രശ്നമാണ്. ഇപ്പം ചില ആളുകളുടെയെങ്കിലും മുത്തച്ഛൻ്റെ ഒരുപാട് സ്വത്ത് കിട്ടി, അതെല്ലാം അച്ഛൻ നശിപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് യാതൊരു ഉപകാരവും ചെയ്യാതെയാണ് ഇരിക്കുന്നതെങ്കിലും അങ്ങനെയുള്ള ആളെ നോക്കിയില്ലേ പോലും ജയിലിൽ പോകുന്ന സാഹചര്യമുണ്ട്. കാരണം പുതിയ നിയമങ്ങൾ വരുവാണ്, പുതിയ നിയമങ്ങൾ വരുന്നു.
പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്. അപ്പം നമ്മുടെ പഴയ സങ്കല്പങ്ങളും വെച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റിയ. അപ്പോൾ അതുകൊണ്ട് നിയമം ആ ഒരു കാര്യത്തിൽ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇങ്ങനെ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏത് രംഗത്താണേലും ഉണ്ട്. ഇപ്പം പള്ളിയാണ്, അല്ലെങ്കിൽ NSS ആണ്, എന്തും ആയിക്കോട്ടെ. അപ്പോൾ അതിനാണ് ഈ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള ബോധവൽക്കരണം. കാരണം ഒരാളുകളുടെ അവകാശത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെക്കാളും കൂടുതൽ ബാക്കിയുള്ളവരുടെ അവകാശങ്ങൾ അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതാണ് ഈ പറഞ്ഞ വാർദ്ധക്യം ബാധിച്ചവരെ നോക്കാനായിട്ടുള്ള ബാധ്യത വരുന്നുണ്ട്. പിന്നെ എന്താണ്, സ്ത്രീകളോട് മാന്യമായിട്ടും തുല്യമായിട്ടും പെരുമാറാനായിട്ടുള്ള ബാധ്യത വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുതിയ പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്. പിന്നെ പരിസ്ഥിതി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ഇല്ലാത്ത സാമൂഹിക പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഉണ്ടായിട്ടുള്ള സാമ്രാജ്യങ്ങളൊക്കെ തകർന്നു പോകുകയല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക. പിന്നെ ഈ എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ ആറിൻ്റെ സ്ഥലത്തൊക്കെയുള്ള, ആറും തോടുമൊക്കെ ഞാൻ ജീവിച്ച സ്ഥലത്തൊക്കെ മിക്കവാറും ഉണ്ട്, ചില ആളുകളുണ്ട്, ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ കയ്യാലെ താത്തിടും, അത് കഴിയുമ്പം വെയിൽ തെളിഞ്ഞ് കഴിയുമ്പോൾ കയ്യാലെ ഇറക്കി വിടും, അപ്പം ഒരടി തോട് സ്ഥലത്തിൻ്റെ ഭാഗമായി. അങ്ങനെ 10 മഴ പെയ്ത് കഴിയുമ്പോൾ തന്നെ മിക്കവാറും തോട് ഇല്ലെന്നായിത്തീരും. അതൊന്നും ഇപ്പം പറ്റിയല്ല. എന്തുകൊണ്ടാണ്? ഈ എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നിയമങ്ങൾ വരുന്നുണ്ട്. ഇപ്പം എങ്ങനെ വികസനിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും നിയമവും ഭരണഘടനയും പഠിക്കേണ്ടതാണ്. പണ്ട് സിവിക്സ് എന്നും പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അച്ഛനൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് സിവിക്സ്. ഇപ്പോൾ അതെന്തുകൊണ്ടോ പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്ത്. ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇത് പഠിക്കേണ്ടത്. അതുകൊണ്ട് നിയമം പഠിക്കേണ്ടതും നിയമം കൈകാര്യം ചെയ്യേണ്ടതും സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഈ അവസാനമായിട്ട് ഒരു തിയറി ആണെങ്കിൽ പോലും ഞാനത് പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. ഈ നമ്മുടെ ഈ സൊസൈറ്റി എന്ന് പറയുന്നത്, നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സമൂഹം അല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റിയല്ല. സമൂഹം എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്, ഏറ്റവും മുകളിലുള്ള സമൂഹമാണ്. അതിൻ്റെ താഴെ നമ്മൾ ഇന്ത്യ മഹാരാജ്യം, അല്ലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇങ്ങനെ വരുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ സംവിധാനം, അത് പോളിറ്റി. ആ സൂപ്പർ സ്ട്രക്ചറിലുള്ള സബ് സ്ട്രക്ചറാണ് പോളിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ലോ. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ ഒന്നും പറ്റിയല്ല. കാരണം എയർപോർട്ട് വേണം, യാത്രാ സൗകര്യങ്ങൾ വേണം, ട്രെയിൻ വേണം, ബസ് വേണം, ഇലക്ട്രിസിറ്റി വേണം, വാട്ടർ സപ്ലൈ വേണം, ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം. പിന്നെ സമൂഹത്തിൽ എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടായാലും അതിന് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സപ്പോർട്ട് വേണം എന്ന് പറയുന്ന പോലെയാണ് ലോയും. ആറ്റമിക് എനർജി കണ്ടുപിടിച്ചു. ആറ്റമിക് എനർജി യൂസ് ചെയ്യണമെങ്കിൽ നിയമം വേണം. ആറ്റമിക് എനർജി ആക്ട് ഉണ്ട്. ക്ലോണിങ് വരെ ജീവൻ ഉണ്ടാക്കാം, അല്ല മനുഷ്യ സൃഷ്ടിക്കാം, അനുവദിച്ചിട്ടില്ല. അത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? നിയമം വേണം. അപ്പം സമൂഹത്തിൽ എന്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ട്. അപ്പം നിയമം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്ക് നിയമം ഏറ്റവും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ലൊരു കരിയർ എന്ന് പറയുന്നത് നിയമത്തിലെ കരിയർ തന്നെയാണ്. പിന്നെ ഇതിലൊക്കെ ഓരോരുത്തരുടെ പാഷനുണ്ട് കേട്ടോ. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പോകാവുള്ളൂ. അല്ലാതെ ഇപ്പം ഡോക്ടറാകാനുള്ളവരെ പിടിച്ച് എഞ്ചിനീയറിങ്ങിന് വിട്ടാൽ ശരിയാകില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും, അല്ല ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്കാണെങ്കിലും ലോയിലൊരു പാഷനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോ എടുക്കണം. നല്ല കരിയറും ഉണ്ടാകും, മറ്റ് പല രീതിയിലും പ്രയോജനമാണ്. ഇനി കരിയറൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.